Good morning. In today's section, we are going to discuss different types of liquid pressure. What are the different type of liquid pressure? Those are listed here: atmospheric pressure, gauge pressure, vacuum pressure, and finally absolute pressure. So we can look those one by one. Atmospheric pressure. Atmospheric air exerts normal pressure upon all surfaces which is in contact. Atmospheric air അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ സർഫസുകളിലും ഒരു നോർമൽ പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രഷർ എക്സൈറ്റഡ് ബൈ എ കോളം ഓഫ് എയർ 1 meter square cross sectional area and height equal to atmosphere is 103 kilonewton. 1 meter square cross sectional area ഉള്ള ഒരു എയർ കോളം കൺസിഡർ ചെയ്യുക. ഈ എയർ കോളത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഹൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നാൽ ഈ ഒരു എയർ കോളം കൊണ്ട് എക്സൈറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് 103 കിലോന്യൂട്ടൺ ആണ്. അതായത് 1 മീറ്റർ സ്ക്വയറിൽ 103 കിലോന്യൂട്ടൺ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ആൾട്ടിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേരി ചെയ്യുന്നുണ്ടെന്ന്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ഏത് ഡിവൈസ് കൊണ്ടാണ് മെഷർ ചെയ്യുന്നത്? Barometer. That is why atmospheric pressure is otherwise known as barometric pressure. At sea level, at 15 degrees Celsius, under normal conditions, our atmospheric pressure is equal to following: 101.33 kilonewton per meter square or 10.13 Newton per centimeter square. ഈ ഒരു വാല്യൂ പറയുന്നത് എയർ കോളം കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. Otherwise, it is equal to 10.33 meter of water column. നമ്മൾ വാട്ടർ കോളമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 10.33 മീറ്റർ ഓഫ് വാട്ടർ ആയിരിക്കും. ഇനി ഇക്വാലന്റ് മെർക്കുറി കോളത്തിന്റെ കേസിലാണ് പറയുന്നതെങ്കിൽ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ മെർക്കുറിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഈ വാല്യൂസ് നോട്ട് ഡൗൺ ചെയ്യുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. Next is gauge pressure. Then what is meant by gauge pressure? Fluid pressure measured with respect of any arbitrary datum. ഏതെങ്കിലും ഒരു ആർബിട്രറി ഡാറ്റം ബേസ് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കുന്ന ഫ്ലൂയിഡ് പ്രഷറിനെ പറയുന്ന പേരാണ് ഗേജ് പ്രഷർ. നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്ന ആർബിട്രറി ഡാറ്റം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. When the pressure is measured below or above the atmospheric pressure is known as gauge pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ മുകളിൽ വരുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ താഴെ വരുന്ന ഒരു വാല്യൂ, ഇതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അവിടെ ഡാറ്റമായിട്ട് എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഗേജസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗേജ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വാക്വം പ്രഷർ? Pressure below atmospheric pressure is known as vacuum pressure. It is a negative pressure. A gauge which records vacuum pressure is known as vacuum gauge. Gauges യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ വാക്വം പ്രഷറും മെഷർ ചെയ്യുന്നത്. അപ്പോൾ വാക്വം പ്രഷർ മെഷർ ചെയ്തെടുക്കുന്ന ഗേജസിനെ നമ്മൾ വാക്വം ഗേജ് എന്ന് പറയുന്നു. Finally, we want to study absolute pressure. Absolute pressure is defined as the algebraic sum of gauge pressure and atmospheric pressure. ഗേജ് പ്രഷറിന്റെയും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെയും ആൽജിബ്രായിക് സമ്മിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അവിടെ ആൽജിബ്രായിക് സം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമുക്ക് ചില കേസസിൽ പ്ലസും വരാം, ചില കേസസിൽ മൈനസും വരാം. കാരണം എന്താണ്? വാക്വം പ്രഷർ നെഗറ്റീവ് അല്ലേ? അപ്പോൾ വാക്വം പ്രഷറിന്റെ കേസിൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടണം. അതുകൊണ്ടാണ് അവിടെ ആൽജിബ്രായിക് സം എന്ന് പറയുന്നത്. So for different type of pressure that we have studied are atmospheric pressure, gauge pressure, vacuum pressure and absolute pressure. Here you can view the atmospheric pressure. Atmospheric air exert normal pressure upon all surfaces which is in contact. അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ സർഫസിലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. This figure showing the relationship between various type of pressure. Okay, so this blue line represents atmospheric pressure.
Here we are having 2 points. First point is A and second point is B. Okay. The pressure above atmospheric pressure is known as gauge pressure. So this line represents the gauge pressure. Okay. And the pressure below the atmospheric pressure is known as vacuum pressure. And that is why this pressure is known as vacuum pressure. Okay. It is the gauge pressure and it is the vacuum pressure. Then what is absolute pressure? It is the algebraic sum of gauge pressure and atmospheric pressure. Okay. So at this point we can represent absolute pressure as by using this line. Okay. So this portion is corresponding to gauge pressure and this portion is corresponding to atmospheric pressure. At the second point B, here the absolute pressure is represented by the line this. At this point we are obtained vacuum pressure, then it is below atmospheric pressure, then the value of absolute pressure is this. So I think you have cleared these 4 type of pressures. Okay. By using this figure we can write absolute pressure is equal to gauge pressure plus atmospheric pressure. അല്ലേ? ഇവിടെ absolute pressure എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറും atmospheric പ്രഷറും കൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ. രണ്ടാമത്തെ കേസിൽ vacuum pressure is equal to atmospheric pressure minus absolute pressure. ഓക്കെ. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ വേക്വം പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ബി എന്നുള്ള പോയിന്റിലല്ലേ വേക്വം പ്രഷർ വരുന്നത്. ബി എന്നുള്ള പോയിന്റിലാണ് വേക്വം പ്രഷർ വരുന്നത്. അപ്പൊ ഈ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് അബ്സല്യൂട്ട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേക്വം പ്രഷർ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻ നോക്കാം. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വേക്വം പ്രഷർ. ഈ ഒരു എക്സ്പ്രഷൻ ആക്ച്വലി ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എടുത്തെഴുതിയതാണ്. ഓക്കെ. ഇവിടെ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. ഓക്കെ. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അബ്സല്യൂട്ട് പ്രഷർ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. ഓക്കെ. താങ്ക് യു.